പാർലമെന്റ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രക്ഷുബ്ധം. मैं किसी भी माननीय सदस्य के खिलाफ कोई कार्रवाई नहीं करना चाहता, लेकिन सदन नियमों से चलेगा. ये क्या उचित है सदन में कि आसन तक नजदीक आप आ जाएं, आसन के ऊपर तक चल जाएं? ये आपके പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ 12:30 വരെ നിർത്തിവെച്ചു. അതിനിടെ ബിജെപി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രതിപക്ഷത്തെ മോദി രൂക്ഷമായി വിമർശിച്ചു. പാർലമെന്റ് അതിക്രമത്തെ ചില പാർട്ടികൾ പിന്തുണയ്ക്കുന്നതായി മോദി വിമർശിച്ചു. പ്രളയക്കെടുതിയിൽ തമിഴ്നാട്. തെക്കൻ തമിഴ്നാട്ടിലെ 4 ജില്ലകളിൽ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. തിരുനെൽവേലി തൂത്തുക്കുടി റൂട്ടിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് ശ്രമം. ട്രാക്ക് വെള്ളത്തിൽ മുങ്ങിയതോടെ ശ്രീവൈകുണ്ഠത്ത് കുടുങ്ങിയ ട്രെയിനിലെ യാത്രക്കാരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായിട്ടില്ല. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കില്ല. നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനം. നിലവിൽ 138.55 അടിയാണ് ജലനിരപ്പ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഇഡി ഓഫീസിൽ ഹാജരായി. 3-ാം തവണയാണ് വർഗീസ് ഇഡിക്ക് മുമ്പിലെത്തുന്നത്. അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്ന് വർഗീസ് പറഞ്ഞു. സിപിഎം ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം എം പി രാജുവും ഹാജരായി. പ്രാദേശിക നേതാക്കളുടെ പേരിലുള്ള സിപിഎം അക്കൌണ്ടുകളിൽ ഒന്ന് രാജുവിന്റെ പേരിലായിരുന്നു. യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസെടുത്തു. തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി തയ്യാറാക്കിയതായി കമ്മീഷൻ. ശക്തമായ നടപടി വേണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പിൽ വ്യാജ കാർഡ് ഉപയോഗിക്കാൻ സാധ്യതയെന്ന് കമ്മീഷൻ പറയുന്നു. അമ്പലപ്പുഴയിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് തടഞ്ഞ് ഡ്രൈവറെയും കണ്ടക്ടറെയും ആക്രമിച്ച കേസിൽ ഒരു സിപിഎം നേതാവിനെ കൂടി പ്രതി ചേർത്തു. അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ അജ്മൽ ഹസനെതിരെയാണ് കേസെടുത്തത്. എച്ച് സലാം എംഎൽഎയുടെ ഓഫീസ് സ്റ്റാഫ് അംഗമാണ് അജ്മൽ. കെഎസ്ആർടിസി ജീവനക്കാരെ മർദ്ദിച്ച മറ്റൊരു ഏരിയ കമ്മിറ്റി അംഗം പ്രശാന്ത് കുട്ടിയെ സിപിഎം 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഷർട്ടിന്റെ ബട്ടൺസിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിയ സ്വർണം പോലീസ് പിടികൂടി. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ബിഷറത്ത് അറസ്റ്റിലായി. ഷർട്ടിന്റെ ബട്ടൺസിനുള്ളിൽ ഒളിപ്പിച്ച ശേഷം ഷർട്ട് ബാഗേജിൽ മറ്റു വസ്ത്രങ്ങൾക്കൊപ്പം വയ്ക്കുകയായിരുന്നു. കസ്റ്റംസിനെ വെട്ടിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണമാണ് പോലീസ് അതിവിദഗ്ധമായി പിടികൂടിയത്. വയനാട് വാഗേരിയിൽ ഭീതി വിതച്ച കടുവ ഇനി തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ. കടുവയുടെ മുഖത്ത് പരിക്കുള്ളതിനാൽ ആദ്യം ചികിത്സ നൽകും. അതിനുശേഷമായിരിക്കും ഐസൊലേഷൻ ക്യൂബിക്കിളിലേക്ക് മാറ്റുക. ഇന്നലെ ഉച്ചയോടെയാണ് വാഗേരി കോളനി കവലയിൽ സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത്. ആദ്യം കുപ്പാടിയിലെ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലെത്തിച്ച കടുവയെ ആരോഗ്യ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് പുലർച്ചെ പുത്തൂരിലെത്തിച്ചത്. കുപ്പാടി വന്യമൃഗ പരിപാലന കേന്ദ്രത്തിൽ 7 കടുവകൾക്കുള്ള കൂടുകളാണുള്ളത്. WWL 45 കൂടി എത്തിയതോടെ എണ്ണം 8ആയി. ഈ സാഹചര്യത്തിലാണ് കടുവയെ പുത്തൂരിലേക്ക് മാറ്റിയത്. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് വേറിട്ട കാഴ്ചകൾ പലതുണ്ട്. ഒടുവിൽ കണ്ടു അമ്മമാരുടെ ഒരു കൂട്ടായ്മയെ. അവർക്ക് പറയാൻ സ്വന്തമായൊരു ഹ്രസ്വചരിത്രമുണ്ട്.
4 അമ്മമാർ അയ്യനെ തൊഴാൻ തുടരെ 7ാം വർഷം. ഞങ്ങളും 7 പേര് ഒരുമിച്ച് 7 വർഷം കൊണ്ട് വരുന്നു. കഴിഞ്ഞ 6 വർഷവും 7 പേർ ഒരുമിച്ചായിരുന്നു. ഇത്തവണ 3 പേർ പല കാരണങ്ങളാൽ ഒഴിവായി. ഒരാൾക്ക് ഒരു മരണമായിപ്പോയി, പിന്നെ ഒരാൾ വന്നില്ല. പിന്നെ ബാക്കി ഞങ്ങൾ 4 പേരും എൻ്റെ മരുമകളുടെ അമ്മയും ഇന്ന് എൻ്റെ മോനും കുഞ്ഞും വന്നു. അവർ 3 പേരും മുമ്പിലില്ല, തിരക്കിൽ മുമ്പേ പോയി. ഇത്രയും ദുരിതം ഇതാദ്യം. പക്ഷേ ക്ഷീണം അറിഞ്ഞതേയില്ല. നിന്ന് കാര്യം കൈ കടത്തുന്നുള്ളതേ ഉള്ളൂ. അനുഭവിച്ചിട്ടേ ഇല്ല. ക്ഷീണം വന്നപ്പോൾ ഞാൻ ക്ഷീണം അറിഞ്ഞതേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പാവം ശബരിമലയിലെ പോലീസുകാർ. സത്യമാണ്. നമുക്കും അവരെ പോലുള്ള മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർക്ക് എന്തോ കൊടുത്താൽ മതിയാവും. അടുത്ത തവണയും ഒന്നിച്ചു മല കയറി തൊഴുതിറങ്ങണമെന്നാണ് ഇവർക്കാഗ്രഹം. ക്യാമറമാൻ സുമേഷ് മൊറാഴയ്ക്കൊപ്പം VS കൃഷ്ണരാജ്, ന്യൂസ് 18 ശബരിമല. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5710, പവന് 45,680 രൂപ. വെള്ളി ഗ്രാമിന് 80 കിലോ 80,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,432 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുന്നു. നമസ്കാരം. ഒപ്പം ഡെന്റൽ കോളേജിന് അവിടെ SFIയുടെ പ്രതിഷേധം നടക്കുകയാണ്. ഗവർണർക്കെതിരായ പ്രതിഷേധം ഇന്നും SFI തുടരുന്നു. ഡെന്റൽ കോളേജിലെത്തിയ ഗവർണറെ കരിങ്കൊടി കാണിക്കാനെത്തിയ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കരിങ്കൊടി പ്രതിഷേധവുമായി ഇന്നും SFI തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച. ഐശ്വര്യ അനിൽ ചേരുന്നുണ്ട്. ഐശ്വര്യ, ഗവർണർ അവിടെ നിന്ന് പോയിട്ടുണ്ടോ? പ്രതിഷേധം എങ്ങനെയാണ് SFI ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. ഗവർണർ ഡെന്റൽ കോളേജിൽ നിന്ന് തിരിച്ച് രാജ്ഭവനിലേക്ക് പോയിട്ടുണ്ട്. അതായത് SFI രാവിലെ തന്നെ ഈ കരിങ്കുടി പ്രതിഷേധം തുടക്കത്തിൽ ഗവർണറുടെ രാജ്ഭവനിൽ നിന്ന് ഡെന്റൽ കോളേജിലേക്ക് വരുന്ന വഴി കരിങ്കുടി പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം ഡെന്റൽ കോളേജിന് നേരെ എതിർവശത്തായി മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ തന്നെ ഈ രീതിയിൽ, അതായത് ഒരു കറുത്ത ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു SFIയുടെ പ്രതിഷേധം. വി വോണ്ട് ചാൻസലർ നോട്ട് സവർക്കർ എന്ന് എഴുതിയ വാചകങ്ങളുമായി ഈ കറുത്ത ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധം. അതിനുശേഷം അവർ അത് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ബാനർ കൃത്യമായി ഡെന്റൽ കോളേജിന് എതിർവശത്ത് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ ഗവർണറുടെ അകമ്പടി വാഹനം മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് കയറിയതോടുകൂടി പോലീസ് വാഹനം ഉപയോഗിച്ച് ഈ ബാനർ കൃത്യമായി മറയ്ക്കുകയാണ് പോലീസ് ചെയ്തത്. ഏതായാലും SFIക്ക് അതിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അത് ന്യൂസ് 18നോട് അവർ വ്യക്തമാക്കുകയും ചെയ്തു. പോലീസിനോട് ഈ വാഹനം എടുത്ത് മാറ്റണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ വീണ്ടും ഇടയ്ക്കൊരു സമയത്ത് ആ വാഹനം മാറ്റിയിരുന്നെങ്കിലും, അതായത് ഇടയിലുണ്ടായിരുന്ന ഒരു വാഹനം മാറ്റിയിടാൻ പോലീസ് തയ്യാറായെങ്കിലും പിന്നീട് ഗവർണർ ഇറങ്ങുന്ന സമയത്ത് കൃത്യമായി ആ ബാനർ മറച്ചുകൊണ്ടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിരോധം തീർത്തത്. എന്തായാലും ശക്തമായ പ്രതിഷേധം വരും മണിക്കൂറുകളിലും ഉണ്ടാകുമെന്നുള്ളതാണ് SFI ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഡെന്റൽ കോളേജിൽ എന്തുകൊണ്ട് ആ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായില്ല എന്ന് നമ്മൾ SFI പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അദ്ദേഹം വ്യക്തിപരമായ ഒരു കാര്യത്തിനാണ് വരുന്നത്, അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് വരുന്നത്. അതുകൊണ്ട്
അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് മോശമായ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കോ പ്രകടനത്തിലേക്കോ കടക്കാത്തതെന്നുള്ള വിശദീകരണമാണ് SFI നൽകുന്നത്. പക്ഷേ ഒരു ഇഞ്ച് പോലും ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല. കരിങ്കുടി പ്രതിഷേധങ്ങൾ തുടരും. മറ്റ് പ്രതിഷേധങ്ങൾ ഏത് രീതിയിൽ വേണമെന്ന് SFI സംസ്ഥാന കമ്മിറ്റി അറിയിക്കും. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് SFI വ്യക്തമാക്കുന്നത്. ഇനി ഇപ്പൊ രാജ്ഭവന് മുമ്പിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ ഭരണപക്ഷം ഉയർത്തിയത്, ഇല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ പ്രകടനം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി എങ്ങോട്ട് വ്യാപിപ്പിക്കാനാണ് ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും ഇത്തരത്തിൽ പ്രതിഷേധിക്കാനാണോ SFI തീരുമാനിച്ചിരിക്കുന്നത്? എന്താണ് അവരുടെ പ്രതികരണങ്ങൾ? ആ രീതിയിൽ തന്നെ ആയിരിക്കും ധന്യ ഇനി പ്രതിഷേധങ്ങൾ. അതായത് ഗവർണറുടെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് പോലും കറുത്ത ബാൻഡ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കറുത്ത ബാൻഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് SFI തയ്യാറായെങ്കിൽ വരും ദിവസങ്ങളിൽ ഏതൊക്കെ രാഷ്ട്രീയ പരിപാടികളിൽ അല്ലെങ്കിൽ എന്തൊക്കെ പരിപാടികൾ ഗവർണർ പങ്കെടുക്കുമോ അവിടെയൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലാതെ SFI വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കരിങ്കൊടി പ്രതിഷേധമാണ് നിലവിൽ SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നെങ്കിൽ മറ്റ് പ്രതിഷേധങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ SFI വ്യക്തമാക്കും. എന്തായാലും കരിങ്കൊടി പ്രതിഷേധത്തിൽ നിന്നും ഈ ബാനർ ഉയർത്തിപ്പിടിച്ചത്, കറുത്ത ബാനർ, ഒപ്പം ഈ ഗോ ബാക്ക് ചാൻസലർ അടക്കമുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ല. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്ന ചാൻസലറുടെ നയം അത് തെറ്റാണ്. മാത്രമല്ല അതിനു പുറമെ SFI പ്രവർത്തകരെ ഗുണ്ടകൾ എന്ന് വിളിച്ചതിനെതിരെ, ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചതിനെതിരെ ഒക്കെ ശക്തമായ പ്രതിഷേധമാണ് SFI ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ എന്തൊക്കെ പൊതുപരിപാടികളിൽ ഗവർണർ പങ്കെടുക്കുമോ അവിടെയൊക്കെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് ആവർത്തിച്ച് പറയുകയാണ് SFI. വലിയ പ്രതിഷേധത്തിലാണ് ഗവർണർ. ഡെന്റൽ കോളേജിലെത്തിയപ്പോൾ അവിടെയും കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുകയാണ് SFI. വലിയ രീതിയിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ലാത്ത രീതിയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് SFI തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണർ തിരുവനന്തപുരം ഡെന്റൽ കോളേജിന് മുന്നിലെത്തിയപ്പോഴും പ്രതിഷേധിച്ചു. അവിടെ നിന്ന് SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. ഡെന്റൽ കോളേജിലും ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ. ഐശ്വര്യ വീണ്ടും ചേരുന്നു. ഐശ്വര്യ, പോലീസ് സന്നാഹത്തിനെ കുറിച്ചുകൂടി, എത്രത്തോളം പോലീസിനെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടോ? ധന്യ, വഴിനീളെ വലിയ പോലീസ് സന്നാഹമാണ് തമ്പടിച്ചിരുന്നത്. ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതെല്ലാം മറികടന്നുകൊണ്ട് ഉള്ള ഒരു രീതി, ഒപ്പം ഈ റൂട്ടുകൾ മാറ്റിയുള്ള ഒരു രീതി. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രാത്രി രാജ്ഭവനിലേക്ക് പോകുന്ന വഴി സാധാരണഗതിയിൽ മ്യൂസിയം വഴി വെള്ളയമ്പലം വഴി രാജ്ഭവനിലേക്കാണ് പോകാറ്. പക്ഷേ അവിടെ നിന്ന്, അതായത് ഇന്നലെ കോർപ്പറേഷന്റെ അവിടെ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് തിരിഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഇന്നും തിരിച്ച് ഇങ്ങോട്ട് വന്ന വഴിയല്ല, അതായത് ഡെന്റൽ കോളേജിലേക്ക് വന്ന വഴിയല്ല ഗവർണർ വന്നത്. തിരിച്ച് പോക്കിൽ റൂട്ട് മാറ്റിയാണ് ഗവർണറുടെ ഒരു റൂട്ട് പോലീസ് ഒരുക്കിയിരുന്നത്. ഡെന്റൽ കോളേജിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോയത് പുതിയ വഴിയിലൂടെയാണ്. പട്ടത്ത് നിന്ന് പ്ലാമൂട് വഴിയാണ് രാജ്ഭവനിലേക്ക് പോയത്. പട്ടത്തും മരപ്പാലത്തുമൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് SFIയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള വിവരം നേരത്തെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിൽ റൂട്ട് മാറ്റിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തിയത്. പക്ഷെ അവിടെയും പട്ടത്ത് വെച്ച് ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായി എന്നുള്ളതാണ്. SFIയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായി. വാഹനത്തിന് മുന്നിലേക്ക് ചാടാനും SFI പ്രവർത്തകർ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഗവർണർ അവിടെ ഇറങ്ങാനോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ SFIയുടെ ഭാഗത്ത് നിന്ന് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് പട്ടത്ത് വെച്ച് ഡെന്റൽ കോളേജിൽ നിന്ന് രാജ്ഭവനിലേക്ക് മടങ്ങി പോകുന്ന വഴിയാണ് SFIയുടെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ വലിയ അകമ്പടി, അതിനെ മറികടന്നുകൊണ്ട്, വലിയ പോലീസ് സുരക്ഷയെ മറികടന്നുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിനുശേഷം ഗവർണറുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാവേണ്ടതാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ എവിടെയൊക്കെ പോലീസിന്റെ സുരക്ഷ ഭേദിച്ചുകൊണ്ട് SFIയുടെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായോ അവിടെയൊക്കെ മുഖ്യമന്ത്രിയെയും പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശിച്ചുകൊണ്ടാണ് ഗവർണർ രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ആ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പട്ടത്തുണ്ടായ ഒരു കരിങ്കൊടി പ്രതിഷേധം ഇനി
ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടായോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്നാലും പട്ടത്ത് വെച്ച് റൂട്ട് മാറ്റിയെങ്കിൽ പോലും പട്ടം ജംഗ്ഷനിൽ വെച്ച് SFIയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഈ രീതിയിലുള്ള ഒരു സുരക്ഷ, അത്രയും കനത്ത സുരക്ഷ നൽകിയിട്ട് പോലും ഈ രീതിയിൽ റൂട്ട് മാറ്റിയൊക്കെ ഗവർണറെ കൊണ്ടുപോയിട്ട് പോലും SFI ശക്തമായ പ്രതിഷേധമാണ് വഴി നീളെ ഉയർത്തിപ്പിടിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ ആ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ട് പലരും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഗവർണറുടെ ഇന്നലത്തെ കോഴിക്കോട്ട് പുറത്തിറങ്ങി നടന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ആളുകൾക്ക് കറുത്ത കൊടി കാണിക്കാം, ഇല്ലെങ്കിൽ ഇദ്ദേഹം ഉള്ളിടത്തേക്ക് വരാം പ്രതിഷേധക്കാർക്ക് എന്ന നിലയിൽ അദ്ദേഹം പുറത്തിറങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് അതിനെ വിലയിരുത്താമോ? ഈ പ്രതിഷേധങ്ങൾ, അതായത് തുടക്കം മുതൽ പറയുകയാണെങ്കിൽ അന്ന് പേട്ടയിൽ വെച്ച് ഈ SFI പ്രവർത്തകർക്ക് നേരെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി പേട്ടയിൽ വെച്ച് SFI പ്രവർത്തകർ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ അന്ന് ആ റോഡിലിറങ്ങി ഗവർണർ പ്രതിഷേധിച്ചത് മുതൽ ഉയരുന്ന ഒരു ചോദ്യമാണ്, ഗവർണറുടെ പ്രതിഷേധം അറിയിച്ചത് മുതൽ മുഖ്യമന്ത്രിയാണ് ഇതിന് പിന്നിൽ, പോലീസ് ഇതിന് വഴിയൊരുക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെയൊക്കെയും ഗവർണർ തന്റെ പ്രതിഷേധം അറിയിച്ചതാണ്. ആ പ്രതിഷേധം തന്നെയാണ് ഈ ദിവസങ്ങളിലും നമ്മൾ കണ്ടത്. തനിക്ക് സുരക്ഷ കൃത്യമായി ഒരുക്കുന്നില്ല എന്നുള്ള പരാതി ഗവർണർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ആ രീതിയിൽ തെരുവിലിറങ്ങി അവരോട് എന്താണ് എന്ന് ചോദിക്കുകയും അല്ലെങ്കിൽ അവരോട് കൃത്യമായി നിങ്ങൾ ഗുണ്ടകളാണ്, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ്, SFI പ്രവർത്തകർ ഗുണ്ടകളാണ്, ഗുണ്ടകൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് SFI എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനിയും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ഗവർണർ അവിടെ റോഡിലായാലും ഇറങ്ങി അത് ചോദ്യം ചെയ്യുകയും ഒപ്പം മുഖ്യമന്ത്രി അടക്കം ഇക്കാര്യത്തിൽ വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം തന്നെ ഉണ്ടാകുമെന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും മറ്റ് സംഘർഷങ്ങളിലേക്കൊന്നും പോകാതെ ഇന്നത്തെ ദിവസം ഈ കരിങ്കൊടി പ്രതിഷേധത്തിൽ തന്നെ ഒതുങ്ങി അവിടെ ഗവർണർ പുറത്തിറങ്ങിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പട്ടത്ത് വെച്ച് ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് SFI പ്രവർത്തകർ ചാടാൻ ശ്രമിച്ചു. അവിടെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടെ ഗവർണർ ഇറങ്ങിയിട്ടില്ല. വരും മണിക്കൂറുകൾ ഏത് രീതിയിൽ SFIയുടെ പ്രതിഷേധം പോകുമെന്നതാണ് ഇനി ശ്രദ്ധേയമാകുന്നത്. അവിടെ ഗവർണറുടെ പ്രതികരണവും ഉണ്ടാകും. സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ള വിമർശനമടക്കം ഗവർണർ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്നതും അദ്ദേഹം ഉന്നയിച്ചേക്കാം. എന്തായാലും വരും മണിക്കൂറുകളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് SFIയുടെ തീരുമാനം. ശരി ഐശ്വര്യ, തിരിച്ചു വരാം. ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രതിഷേധിച്ചത് ഗുണ്ടകളല്ല, വിദ്യാർത്ഥികളാണ്. ഗവർണർ ആക്രമിക്കപ്പെട്ടാൽ പിന്നെ ആ സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള ന്യായമായി എന്ന് നിങ്ങളൊരാൾ, നിങ്ങളെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്നവരല്ല, മാധ്യമപ്രവർത്തകരിൽ ഒരാൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ വഴിയും ചിന്തിച്ചിനോ എന്ന് പറയാൻ പറ്റില്ല. ഏതായാലും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുന്നു. അത് രാജ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികളിലൂടെ വെളിവാക്കി കൊടുക്കാനും കഴിഞ്ഞിരിക്കുന്നു. അതാണ് കാണേണ്ടത്. ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടാകുക. അതെന്തായിരുന്നു മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എതിരെ പ്രതിഷേധം ഉയർന്നത് അത് സാധാരണഗതിയിൽ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം ചെയ്തപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ട് ഉയർന്നതാണ്. അതിന് മറ്റു മാനങ്ങൾ കാണേണ്ടതായിട്ടില്ല. അദ്ദേഹം കണ്ടതുപോലെ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെങ്കിൽ മറ്റ് വിശേഷണ പദങ്ങൾ വെച്ചല്ലോ, ആ വിശേഷണ പദങ്ങളൊന്നും ചേരുന്നവരല്ല ഇത് നടത്തിയത്. നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചാൻസലർ എന്ന നിലക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ ചാൻസലറുടെ നടപടിയെ ചോദ്യം ചെയ്യുക എന്താണ് ഉണ്ടായിട്ടുള്ളത്. അത് സമ്മതിക്കില്ല എന്ന് വന്നപ്പോൾ അതിനെതിരെ കൂടുതൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനും അവർ തയ്യാറായിട്ടുണ്ട്. അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ കരുത്തും കേരളത്തിൻ്റെ പ്രത്യേകതയും തന്നെയാണ് കാണിക്കുന്നത്. ഈ സാധാരണ പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ച് ഇറങ്ങിയത് സാധാരണ പ്രോട്ടോക്കോളിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഇതുപോലുള്ള സ്ഥാനത്തിരിക്കുന്നവർ ചെയ്യേണ്ട ഒരു നടപടിയല്ല. നേരത്തെ മുൻകൂട്ടി അറിയിക്കുക, അതനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, അതൊക്കെയാണ് സാധാരണയുള്ളത്. പക്ഷേ ഇതിനുള്ളൊരു
മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന നില വളരെ ഭദ്രമാണ് എന്ന് ഈ ഗവർണർക്ക് തന്നെ ഇതിലൂടെ ബോധ്യമാവുകയും അത് തൻ്റെ നടപടിയിലൂടെ രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന നിലയും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയായാലും ഇത് ചെയ്യാൻ പാടില്ല. അദ്ദേഹം കത്ത് കൊടുത്താലും കത്ത് കൊടുത്തില്ലെങ്കിലും Z+ കാറ്റഗറിയുള്ള ഗവർണർക്ക് സുരക്ഷ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടം വെച്ചല്ല സുരക്ഷ കൊടുക്കുന്നത്. അത് ആ സ്ഥാനത്തിനുള്ള സുരക്ഷയാണ്. ആ സുരക്ഷ നിർബന്ധമായും കൊടുത്തിരിക്കും. ഗവർണർ പ്രോട്ടോകോൾ ലംഘിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. Z+ കാറ്റഗറി സുരക്ഷ ഗവർണർ സ്ഥാനത്തിനുള്ളതാണ്. അത് നിർബന്ധമായും കൊടുത്തിരിക്കും. അത് കൃത്യമായി നൽകാൻ സർക്കാർ എല്ലാ തരത്തിലും ശ്രദ്ധിക്കും. അദ്ദേഹം പുറത്തിറങ്ങിയതിനെയും മുഖ്യമന്ത്രി വിമർശിക്കുകയായിരുന്നു. പ്രതിഷേധങ്ങളിൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകാൻ ഗവർണർ. സെമിനാറിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണം തേടിയിട്ടില്ലെന്ന് കാലിക്കറ്റ് VC. ചികിത്സയ്ക്കായി ഡെന്റൽ കോളേജിലെത്തിയ ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കഴിഞ്ഞ ദിവസമൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാര്യമായ അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കഴിഞ്ഞ ദിവസത്തെ പോലെ ആയിരുന്നില്ല. ഗവർണർ ഇന്ന് സംസാരിച്ചില്ല. മാധ്യമങ്ങൾക്കെതിരെ ക്ഷുഭിതനായില്ല. SFIക്കാരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാനും നിന്നില്ല. അദ്ദേഹം ഏതു തരത്തിലാണ് ഇന്ന് പ്രതികരിച്ചത്? വിവരങ്ങൾ. ധന്യ, ഡെന്റൽ കോളേജിലേക്ക് പല്ലുമായി ബന്ധപ്പെട്ട ചികിത്സയുടെ ഭാഗമായാണ് അദ്ദേഹം എത്തിയത്. ചികിത്സാ നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങിയപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരണം ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു. പക്ഷേ ആ ചോദ്യങ്ങളൊന്നും ഉയർന്നില്ല. പിന്നീട് അദ്ദേഹം വാഹനത്തിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പാണ് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പേട്ടയിലുണ്ടായതുപോലെ താൻ വാഹനത്തിൽ നിന്ന് ഈ പുറത്തേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കണമെന്ന് കൗതുക രൂപേണ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ആരായുകയും ചെയ്തു. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് കരിങ്കൊടി പ്രതിഷേധമോ ഒന്നും ഡെന്റൽ കോളേജിന് സമീപത്ത് വെച്ച് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്ന് വളരെ ചിരിക്കുന്ന മുഖവുമായാണ് മടങ്ങിയത്. പക്ഷേ പോകുന്ന വഴിയിലാണ് അദ്ദേഹത്തിനെതിരെ കരിങ്കൊടി പ്രതിഷേധം പട്ടത്തടക്കം ചില സ്ഥലങ്ങളിൽ വെച്ച് ഉണ്ടായതും തന്നെയാണ്. ഇതിൽ നമുക്കറിയാം ഡാൻ, ഇതിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. എന്തുകൊണ്ട് ഇത്തരത്തിൽ നഗരപ്രദക്ഷിണം നടത്തി ഇന്നലെ ഗവർണർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോൾ Z+ കാറ്റഗറി സുരക്ഷ ഗവർണർ സ്ഥാനത്തിനുള്ളതാണ്. അത് കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും അതിലൊരു വീഴ്ച വരുത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം SFI സമരത്തിൽ നിന്ന്, പ്രതിഷേധത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ എത്രത്തോളം കരുതേണ്ടതുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗവർണറും? തീർച്ചയായിട്ടും തന്നെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് പോലീസിന് നൽകിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം 11-ാം തീയതി അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടയിൽ പേട്ടയിൽ വെച്ച് അടക്കം അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ ചീറിയെടുക്കുകയും കരിങ്കൊടി വീശുകയും ചെയ്യുന്നത് സുരക്ഷാ വീഴ്ചയായിട്ടാണ് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച വിശദീകരണം തേടുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുൻപൊന്നും കാണാത്ത തരത്തിലുള്ള പതിവിലും കവിഞ്ഞ സുരക്ഷ ഗവർണർക്ക് ഈ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ ഒരുക്കുന്നത്. ഇന്ന് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ഡെന്റൽ കോളേജിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും പോലീസ് സുരക്ഷ അധികമായി വർദ്ധിപ്പിച്ചതിന്റെ കാര്യം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ ഉയരുകയും അദ്ദേഹത്തിന്റെ വാഹനത്തിന് സമീപത്തേക്ക് കരിങ്കൊടിയുമായി പ്രതിഷേധക്കാർ എത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ അദ്ദേഹം അൺപ്രഡിക്റ്റബിൾ ആയ തീരുമാനങ്ങൾ എടുക്കുന്നയാളാണ്. അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിന് വല്ലതും തനിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിക്കുന്നു എന്ന നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൃത്യമായ സുരക്ഷ, അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും ഗവർണർ പോകുന്ന വഴികളിൽ കൃത്യമായ സുരക്ഷ ഒരുക്കുന്നത്. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത അത് പോലീസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം SFI നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ പ്രതിഷേധത്തിൽ നിന്ന് ഒരിഞ്ച് പോലും മുന്നോട്ട് പോകില്ല എന്ന കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹം ഇനി പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം ഇത്തരത്തിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങളായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക തന്നെയാണ്. നന്ദി ഡാൻ.
ഗവർണർക്കെതിരായ പ്രതിഷേധം SFI തുടർന്നു. പട്ടത്തും ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടി. ഇന്ന് ഗവർണർ കാര്യമായി പ്രതികരിച്ചില്ല. പല്ല് പരിശോധനയ്ക്കായി ഗവർണർ എത്തുന്നതിന് മുന്നേ ഡെന്റൽ കോളേജിൽ SFI കറുത്ത ബാനർ ഉയർത്തി. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഡെന്റൽ കോളേജിൽ നിന്ന് മടങ്ങവേ ഗവർണർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. My health is good. Thank God. ബാനർ കെട്ടി പ്രതിഷേധിക്കുകയായിരുന്നു ഡെന്റൽ കോളേജിലെ SFI വിദ്യാർത്ഥികൾ. വലിയ തരത്തിൽ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കും എന്ന തീരുമാനത്തോടെ ഇന്നലെ അത്രയും കടുത്ത പ്രതിഷേധം കോഴിക്കോടും തിരുവനന്തപുരത്തുമായി നടത്തിയതിനു ശേഷം ഇന്ന് വീണ്ടും ഗവർണർ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ അവിടെയും പ്രതിഷേധിക്കുകയാണ്. കനത്ത പോലീസ് സുരക്ഷയിലാണ് ഡെന്റൽ കോളേജിലേക്ക് ഗവർണർ എത്തിയത്. പക്ഷേ അവിടെ SFI പ്രതികരിച്ചു. പട്ടത്ത് റോഡിൽ നിന്നും കരിങ്കൊടി കാണിച്ച് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പതിവ് പരിശോധനയ്ക്കായി എത്തിയതാണ് എന്നാണ് രാജ്ഭവനിൽ നിന്നുള്ള വിവരങ്ങൾ. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഗവർണർ ന്യൂസ് 18നോടും പ്രതികരിക്കുകയുണ്ടായി. ഗവർണർക്കെതിരെ വലിയ ബാനറുമായി ഡെന്റൽ കോളേജിലെ SFI പ്രവർത്തകർ ഗവർണർ എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഡെന്റൽ കോളേജിലും ബാനർ ഉയർത്തി SFIക്ക് പ്രതിഷേധിക്കാൻ സാധിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് പലയിടങ്ങളിലായി SFI. പക്ഷേ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല. കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് SFIയുടെ തീരുമാനവും. ഗവർണർക്കെതിരെ കാസർഗോഡ് കാഞ്ഞങ്ങാട്ടും ബാനർ. SFIയും DYFIയുമാണ് ബാനർ കെട്ടിയത്. മിസ്റ്റർ ഖാൻ വി റിപ്പീറ്റ് കേരളം തന്റെ തന്തയുടെ വകയല്ല എന്നാണ് SFI സ്ഥാപിച്ച ബാനറിലെ മുദ്രാവാക്യം. സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കാത്തതിന് ഗവർണർ വിശദീകരണം തേടിയിട്ടില്ലെന്ന് കാലിക്കറ്റ് VC ഡോക്ടർ NK ജയരാജ്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് പങ്കെടുക്കാതിരിക്കുന്നതെന്നും VC പ്രതികരിച്ചു. അതേസമയം SFI ബാനർ അഴിച്ചു മാറ്റാത്തതിൽ VCയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇന്നലെ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നുള്ള കാര്യത്തിന് ആരോഗ്യ പ്രശ്നമായി കാരണം പറയുന്നു. പക്ഷേ വിശദീകരണം ചോദിക്കേണ്ടതുണ്ട്. അതിലേക്ക് എപ്പോഴായിരിക്കും കടക്കുക? VC എന്താണ് പ്രതികരിച്ചത്? ചാൻസലർ കൂടിയായ ഗവർണർ സർവകലാശാല ക്യാമ്പസിൽ നടക്കുന്ന ഒരു വലിയ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ വൈസ് ചാൻസലറുടെ അഭാവം ഏറെ ശ്രദ്ധേയമായിരുന്നു. ആ ചടങ്ങിന്റെ അധ്യക്ഷൻ ഇക്കാര്യം പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഗവർണറുടെ ഭാഗത്തുനിന്നും ഇത് സംബന്ധിച്ച യാതൊരു പരാമർശങ്ങളും ഉയർന്നിരുന്നില്ല. ഇതിന് പിന്നാലെ ഇക്കാര്യത്തിൽ ഗവർണർ VCയിൽ നിന്ന് വിശദീകരണം തേടി എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നു. എന്നാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വിശദീകരണവും തേടിയിട്ടില്ല എന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ. എന്നാൽ ഈ സർവകലാശാല ആസ്ഥാനത്ത് ഈ SFI തനിക്കെതിരായ ബാനറുകൾ കുറിച്ചതുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ പരാതി ലഭിച്ചിരുന്നു. അല്ലെങ്കിൽ ഗവർണർ ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദീകരണം ഗവർണർക്ക് നൽകുമെന്നും വൈസ് ചാൻസലർ പറയുന്നു. നന്ദി അനീഷ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com.
ഗവർണർക്കെതിരെ